തമിഴ്നാട്ടിൽ പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി 2 നാൾ മാത്രം. ദേശീയ നേതാക്കൾ കൂടി എത്തിയതോടെ പ്രചാരണം കൊടുമ്പിരിക്കൊള്ളുകയാണ്. കേന്ദ്രമന്ത്രി അമിത്ഷായും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഇന്ന് പ്രചാരണത്തിനെത്തി. ചെന്നൈ നഗരത്തിനായി DMK പ്രത്യേക പ്രകടന പത്രിക പുറത്തിറക്കി. ക്രൈസ്തവ നേതാക്കൾ MK സ്റ്റാലിനെ സന്ദർശിച്ച് പിന്തുണ അറിയിച്ചു. മറ്റന്നാളാണ് തമിഴ്നാട്ടിൽ പരസ്യപ്രചാരണം അവസാനിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 വട്ടവും രാഹുൽ ഗാന്ധി 1 തവണയും ഇതിനകം തമിഴ്നാട്ടിൽ പ്രചാരണത്തിനെത്തി. കേന്ദ്രമന്ത്രി അമിത്ഷായും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഇന്ന് തമിഴ്നാട്ടിൽ പ്രചാരണം നടത്തുന്നുണ്ട്. വികസന നേട്ടങ്ങളും കേന്ദ്ര സർക്കാരിന്റെ തമിഴ്നാടിനോടുള്ള ശത്രുതാ നിലപാടുമാണ് DMKയുടെ പ്രധാന പ്രചാരണം. ചെന്നൈക്ക് മാത്രമായി മറ്റൊരു പ്രകടന പത്രിക കൂടി ഇന്ന് DMK പുറത്തിറക്കി. DMK ആസ്ഥാനത്ത് MK സ്റ്റാലിനാണ് പ്രകടന പത്രിക പ്രകാശനം ചെയ്തത്. மெட்ரோபாலிட்டன் ஏரியால எல்லாத்துக்கும் பாத்தீங்கன்னா the manifesto is holistic urban development நம்ம பண்ணிட்டு இருக்கோம். So we are going to increase that concept. So எல்லாத்துக்கும் holistic-ஆ தான் approach பண்ண போறோம். Chennai has always been in a DMK fold. It will be strengthened. இந்த மாதிரி ஒரு ஸ்பெஷல் manifesto மக்களுக்கு இன்னும் விளக்கறதுக்கான யூசேஜ்க்காக பண்ணிருக்கோம். അതിനിടെ MK സ്റ്റാലിനെ വീട്ടിൽ സന്ദർശിച്ച് ക്രൈസ്തവ നേതാക്കൾ DMK സഖ്യത്തിനെ പിന്തുണ അറിയിച്ചു. റോമൻ കത്തോലിക്ക, സിറോ മലബാർ, CSI സഭകളിലെ ബിഷപ്പുമാരാണ് സംഘത്തിലുണ്ടായിരുന്നത്. தொண்டு செய்வது, மக்களுக்கு கண்ணீரை துடைப்பது, அவர்களோடு பயணிப்பது, அவருடைய கஷ்டத்தில் பங்கு கொள்வது என்ற BJP ஆட்களுக்கு அந்த மத ஆளுங்களுக்கு பிடிக்காது. നടൻ വിജയുടെ TVക്ക് ക്രൈസ്തവ വോട്ടുകൾ കാര്യമായി ആകർഷിക്കും എന്നൊരു വിലയിരുത്തലുണ്ട്. അതിനിടെയാണ് ബിഷപ്പുമാർ കൂട്ടത്തോടെ വന്ന് സ്റ്റാലിനെ കണ്ടത്. മക്കൾ നീതിമയം അധ്യക്ഷൻ കമൽഹാസൻ DMK ആസ്ഥാനത്തെത്തി സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തി. ഏപ്രിൽ 23-നാണ് തമിഴ്നാട്ടിൽ വോട്ടെടുപ്പ്. ചെന്നൈയിൽ നിന്നും ക്യാമറമാൻ സഞ്ജീവ് പൊറ്റമലിനൊപ്പം MK ഷുക്കൂർ, മീഡിയ 1.